ഗ്രീൻ ഫംഗ്ഷൻ ഫോർ വൺ ഡയമെൻഷണൽ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ടു ഫൈൻഡ് എ ഗ്രീൻ ഫംഗ്ഷൻ ഫോർ വൺ ഡയമെൻഷണൽ കേസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സ്റ്റം ലിയോവിലി ഓപ്പറേറ്റർ സെലക്ട് ചെയ്തു. നമുക്കറിയാം L equal to d/dx p of x d/dx പ്ലസ് q of x. അതൊരു സെൽഫ് അഡ്ജോയിൻ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്തു. നമുക്കറിയുന്ന ഒരു ഫോമുലേഷനാണ്, അതായത് ഗ്രീൻ ഫംഗ്ഷനെയും സ്റ്റം ലിയോവിലി ഓപ്പറേറ്ററെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതിൽ മൈനസ് സൈൻ ഇല്ലായിരുന്നു, ഇവിടെ പറയുന്നതിലൊരു മൈനസ് സൈൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൈനസ് സൈനും ചില ബുക്കുകളിൽ മൈനസ് സൈനാണ് ഫോളോ ചെയ്യുന്നത്, ചിലതിൽ മൈനസ് സൈൻ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ ഫോളോ ചെയ്യുന്നില്ല. രണ്ടിൻ്റെയും ഉത്തരം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, അതുകൊണ്ടാണ് അത് രണ്ടായാലും കുഴപ്പമില്ല എന്ന് ചില ബുക്കുകൾ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ഞാൻ എടുക്കുന്നതിൽ നെഗറ്റീവ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ L g of xt equal to minus Dirac delta x minus t. ഓക്കെ, ജി ആണ് ഇവിടെ ഗ്രീൻസ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, 1 and 2 കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, d/dx of p of x d/dx of g plus q of x g of xt minus delta of x minus t. ഇനി ഇക്വേഷൻ നമ്പർ 3 നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്, ലിമിറ്റ് t മൈനസ് എപ്സിലോൺ ടു t പ്ലസ് എപ്സിലോൺ. ഓക്കെ, ദെൻ ഇക്വേഷൻ 3 നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഒരു ഡിഫറൻഷ്യലാണ്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ പോകും. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി ആണ്. സോ ആ ലിമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് 0 ആയി പോകും. ദെൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഒരു ഡിറാക് ഡെൽറ്റയുടെ ഒരു പ്രോപ്പർട്ടി നമുക്കറിയാം, ഇൻ്റഗ്രൽ ഡിറാക് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി എഫ് ഓഫ് ടി ഡി ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. മുകളിലുള്ള കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ എൽ എച്ച് എസിൽ ആ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ RHS ആ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ -1 മാത്രമേ ബാക്കിയുണ്ടാവും. സോ നമ്മൾ എപ്സിലോൺ 0 ആയിട്ട് കൊടുത്തു. സെക്കൻഡ് ഇൻ്റഗ്രൽ വാനിഷ് ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ ഫൈനലായിട്ട് നമുക്ക് ബാക്കി ഉണ്ടാവുക ഇൻ്റഗ്രലും പോയി ലിമിറ്റ് നമ്മൾ കൊടുത്തു. പി ഓഫ് എക്സ് d/dx ഓഫ് ജി എവിടം തൊട്ട് എവിടം വരെ t മൈനസ് എപ്സിലോൺ ടു t പ്ലസ് എപ്സിലോൺ, റൈറ്റ് ഹാൻഡ് സൈഡിൽ -1. സോ ആസ് എപ്സിലോൺ ടെൻസ് ടു 0 നമുക്ക് എന്താണ് കിട്ടുക, എപ്സിലോൺ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും എന്തുണ്ടാവും, പി ഓഫ് ടി പ്ലസ് എപ്സിലോണും പി ഓഫ് ടി മൈനസ് എപ്സിലോണും ഉണ്ടാവും. ഓക്കെ, ദെൻ അതിനെ നമ്മൾ എപ്സിലോൺ 0 കൊടുത്താൽ പി ഓഫ് ടി കിട്ടി. ആ പി ഓഫ് ടീനെ കോമൺ ആയിട്ട് എടുത്തിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് d/dx ഓഫ് ജി ടി പ്ലസ് എപ്സിലോണും d/dx ഓഫ് ജി ടി മൈനസ് എപ്സിലോണും, റൈറ്റ് ഹാൻഡ് സൈഡിൽ -1/p ഓഫ് ടി കിട്ടി. അപ്പോൾ ഇക്വേഷൻ 5 എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇക്വേഷൻ 5 ഇൻഡിക്കേറ്റ്സ് എ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദ ഡെറിവേറ്റീവ് ഓഫ് ഗ്രീൻ ഫംഗ്ഷൻ അറ്റ് x ഈക്വൽ ടു ടി. ഓക്കെ, അതായത് ഗ്രീൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൽ x ഈക്വൽ ടു ടി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തുണ്ട്, ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ആ ഡിസ്കണ്ടിന്യൂറ്റിയുടെ വാല്യൂ എത്രയാണ്, -1/p ഓഫ് ടി. അപ്പോൾ നമുക്ക് എന്തായാലും ആ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി വെച്ചിട്ട് ഗ്രീൻ ഫംഗ്ഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. g of xt ഈക്വൽ ടു g1 xt ഫോർ x greater than or equal to a less than t and g of xt equal to g2 of xt for x greater than t but less than or equal to b. ഓക്കെ, ഇപ്പോഴാണ് നമുക്കൊരു വൺ ഡയമെൻഷണൽ ഒരു ഗ്രീൻ ഫംഗ്ഷൻ്റെ ഒരു ഫോം നമുക്ക് കിട്ടി. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഫോമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങേണ്ടത്, പക്ഷെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞതിൽ നമുക്ക് ഈ ഗ്രീൻ ഫംഗ്ഷൻ്റെ ചില പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലായി. പ്രോപ്പർട്ടീസ് ഒന്നെന്താണ്, g1 of xt and g2 of xt satisfy the homogeneous equation L g1 of xt equal to 0 for x greater than or equal to a less than t. അതെന്തുകൊണ്ടാണ് ഇത് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ L of g നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്,
എന്താണ് L of g of എക്സ് ടി എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഡെൽറ്റ എക്സ് മൈനസ് ടി ആണ്. ക്രോണോക്കൽ ഡെൽറ്റ അല്ല, ഡിറാക് ഡെൽറ്റയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അതായത് എക്സ് ഈക്വൽ ടു ടിയിൽ മാത്രമാണ് അതിന് വാല്യൂ ഉള്ളത്. ബാക്കി എല്ലാ പോയിൻറ്റ്സിലും അതെന്താണ്, 0 ആണ്. സോ എക്സ് ഈക്വൽ ടു ടി എന്നൊഴികെയുള്ള എല്ലാ കണ്ടീഷനിലും ആ എൽ ഓഫ് ജി എന്തായിരിക്കും, 0 ആയിരിക്കും. സോ അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞത്. അത് ഡിറാക് ഡെൽറ്റയുടെ ഒരു ഫംഗ്ഷനാണ്. അത് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി എന്നത് അതിന് വാല്യൂ ഉണ്ടാവുക എവിടെ മാത്രമാണ്, എക്സ് ഈക്വൽ ടു ടി എന്നുള്ള കണ്ടീഷനിൽ മാത്രമാണ്. ബാക്കി എല്ലാ കണ്ടീഷനിലും അതെന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് ഈക്വൽ ടു ടി എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ എടുത്തിട്ടില്ല, ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിൽ ബാക്കി എല്ലാ പോയിന്റിലും എന്ത് ചെയ്യും, ഈ ഒരു വൺ ഡയമെൻഷണൽ ഹോമോജീനിയസ് ഇക്വേഷൻ രണ്ട് ഗ്രീൻസ് ഫംഗ്ഷനും ഫോളോ ചെയ്യും. സെക്കൻഡ് ഒരു പ്രോപ്പർട്ടിയാണ് ഗ്രീൻസ് ഫംഗ്ഷൻ്റെ. ഗ്രീൻസ് ഫംഗ്ഷൻ എങ്ങനെയാണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. g1 of xt ഈക്വൽ ടു g2 of xt at x ഈക്വൽ ടു ടി. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ജി എങ്ങനെയാണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. ആ ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ്, മൈനസ് വൺ ബൈ പി ഓഫ് ടി. പ്രധാനമായിട്ടും ഗ്രീൻസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ 3 പ്രോപ്പർട്ടീസും അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻസ് ഫംഗ്ഷൻ എന്താണ്, സിമ്മട്രിക് ആണെന്ന് കൂടിയുള്ള ഒരു പ്രോപ്പർട്ടി പറഞ്ഞാൽ മതി. ജി എക്സ് ടി ഈക്വൽ ടു ജി ടി എക്സ്, അതാണ് അതിൻ്റെ സിമ്മട്രി പ്രോപ്പർട്ടി. അത് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ പറയും. സോ ഫാർ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ 4 നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വൺ ഡയമെൻഷണൽ ഗ്രീൻ ഫംഗ്ഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഫോമിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ചും കൂടി ഒരു ജനറൽ ആയിട്ടുള്ള, നമുക്ക് എല്ലാ കേസിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുകയാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ. ഓക്കെ, ഇതുവരെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതാണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇവിടെ തൊട്ടാണ് നമുക്കിനി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ, ഇത് വളരെ പുതിയതായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ 2 സൊല്യൂഷൻസ് നമ്മൾ എടുക്കുകയാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ അതിൽ സൊല്യൂഷൻ ഉണ്ടാവും. നമുക്ക് പറയാം, നമ്മൾ ഒരുപാട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അതിന് സൊല്യൂഷൻസും ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ u1 ഓഫ് എക്സും u2 ഓഫ് എക്സും. എന്തിൻ്റെ സൊല്യൂഷനാണ്, Ly ഈക്വൽ ടു 0 എന്ന ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസാണ്. u1 ഓഫ് എക്സ് എവിടെയാണ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, എക്സ് ഈസ് ഈക്വൽ ടു എ. u2 ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു ബി. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യാണ് കേട്ടോ. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഗ്രീൻസ് ഫംഗ്ഷന് കൊടുക്കുകയാണ് എന്ത്, ഗ്രീൻസ് ഫംഗ്ഷൻ g1 ഈസ് ഈക്വൽ ടു c1 u1 ഓഫ് എക്സ് ആൻഡ് g2 ഈക്വൽ ടു c2 u2 ഓഫ് എക്സ്. അപ്പോൾ ഇതിൽ c1 ഉം c2 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആർ ഫങ്ഷൻസ് ഓഫ് ടി. അത് നമുക്ക് കണ്ടുപിടിക്കണം. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി. അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സി എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ ഫംഗ്ഷൻ മാത്രം, ടൈം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ടി എന്നുള്ളൊരു വാരിയബിളിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് യു എന്താണ്, യു എന്ന് പറയുന്നത് എക്സിൻ്റെ മാത്രം ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ പുതിയ ഫോം എന്താണ്, ജി ഈസ് ഈക്വൽ ടു c1 u1 of x and g2 equal to c2 u2 of x. Okay, now അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രധാനമായിട്ടും 2 പ്രോപ്പർട്ടിയാണ് ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഉള്ളത് നമുക്ക് വേണ്ടത്. 4 പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു, അതിൽ 2 പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ c1 ഉം c2 ഒക്കെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ, ഒന്ന് ഗ്രീൻസ് ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ്, കണ്ടിന്യൂസ് ആണ്. എക്സ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെയാണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. ആ ഡിസ്കണ്ടിന്യൂറ്റി എന്താ നമുക്ക് അറിയുകയും ചെയ്യാം. ഈ 2 പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ആ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഒരു ഫോം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മളൊന്ന് തിരിച്ചു പോവുകയാണ്. യൂസിങ് പ്രോപ്പർട്ടി 2 and 3 ഓഫ് വൺ ഡയമെൻഷണൽ ഗ്രീൻസ് ഫംഗ്ഷൻ വി ക്യാൻ റൈറ്റ്. എന്താണ് 2 and 3 എന്ന് നോക്കൂ. 2 ഇതാണ് പ്രോപ്പർട്ടി, 2 ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്നറിയാം. ഓക്കെ, പ്രോപ്പർട്ടി 2 ഇതാണ് പറയുന്നത്, g1 ഓഫ് എക്സ് ടി ഈക്വൽ ടു g2 ഓഫ് എക്സ് ടി. ഇവിടെ g1 ഓഫ് എക്സ് ടിയുടെ പുതിയ ഫോം എന്താണ്, c1 u1
G2 എന്ന് പറയുന്നത് C2U2. അപ്പോൾ എന്ത് വരും? C2U2 ഈക്വൽ ടു C1U1. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച് അവിടെ ഇങ്ങനെ എഴുതാം. കാരണം എക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്ന പോയിന്റ് എന്താണ്? എക്സ് ഈക്വൽ ടു ടി എന്നുള്ള പോയിൻ്റാണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, C2U2 ഓഫ് ടി മൈനസ് C1U1 ഓഫ് ടി ഈക്വൽ ടു 0. ദെൻ അവിടെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കണ്ടിന്യൂറ്റി പ്രോപ്പർട്ടി എടുക്കുന്നു. C2 ഇൻറ്റു നമുക്ക് കാണാം ഡിസ്കണ്ടിന്യൂറ്റി പ്രോപ്പർട്ടി, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് G2 മൈനസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് G1 ഈക്വൽ ടു -1/P ഓഫ് ടി. G2 എന്ന് പറയുന്നതാണ് C2U2 ഓഫ് ടി ആണ്. ദെൻ നമ്മൾ എക്സ് ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. നമ്മൾ അങ്ങനെ എടുക്കുന്നു. Now we are left with C2U2 dash minus C1U1 dash equal to -1/P of t. ഓക്കെ, ഇവിടെ പ്രൈം എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളൊരു അസംഷനും കൂടി നടക്കുന്നുണ്ട്. അതായത് നമ്മൾ രണ്ട് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ, U1ഉം U2ഉം. ആ രണ്ട് സൊല്യൂഷനും എങ്ങനെയുള്ള സൊല്യൂഷൻസാണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ അതിനെന്തായാലും ഒരു നോൺ സീറോ റോൺസ്കിയൻ ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റോൺസ്കിയൻ കൂടി നമുക്ക് ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ ആ റോൺസ്കിയൻ്റെ ഫോമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. റോൺസ്കിയൻ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് U1 ഓഫ് ടി ആൻഡ് U2 ഓഫ് ടി ആൻഡ് U1 പ്രൈം ഓഫ് ടി ആൻഡ് U2 പ്രൈം ഓഫ് ടി. അതായത് ഡിറ്റർമിനൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? U1 U2 ഡാഷ് അല്ലെങ്കിൽ U1 U2 പ്രൈം മൈനസ് U2 U1 പ്രൈം. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫോമുല വരെ എത്തി. നമുക്കിനി C1ൻ്റെയും C2യുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻസ് ഫംഗ്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. കാരണം G1 ഇപ്പോൾ എന്താണ്? G1ൻ്റെ ജീനെ നമ്മൾ G1ഉം G2 ആയിട്ട് എഴുതി. G1 എന്ന് പറയുന്നത് ഇപ്പോൾ C1 ഇൻറ്റു U1 ആണ്. G2 എന്ന് പറഞ്ഞാൽ C2 ഇൻറ്റു U2 ആണ്. ഓക്കെ, ഇനി C1ഉം C2 നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കാൻ പോവാണ്. ഫൈൻഡിങ് C1 ആൻഡ് C2. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ഇക്വേഷൻ 9/U2 പ്രൈം ആൻഡ് ഇക്വേഷൻ 10/U2. 9 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം C2U2 മൈനസ് C1U1 ഈക്വൽ ടു 0. 10 അവിടെ കാണാം. അപ്പോൾ 9നെ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? U2 പ്രൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? C2U2 ഓഫ് ടി ഓൾറെഡി അവിടെ ഉണ്ട്. അവിടെ നമ്മൾ എന്തുകൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു? U2 പ്രൈം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ എന്താണ്? ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ സൈസ് ഒന്ന് കുറച്ചോട്ടെ. ഓക്കെ, നമ്മൾ U2 പ്രൈം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. C2U2 അവിടെ ഓൾറെഡി ഉണ്ട്. അവിടെ എന്തുകൂടി വന്നു? U2 പ്രൈം വന്നു. മൈനസ് C1U1 ഓൾറെഡി ഉള്ളതാണ്, അതിൻ്റെ കൂടെയും ഒരു U2 പ്രൈം വന്നു. ഓക്കെ, ദെൻ നമ്മൾ 10th ഇക്വേഷൻ 10ഉം കൂടി നോക്കുകയാണ്. ഇക്വേഷൻ 10 എന്താണ്? C2U2 പ്രൈം മൈനസ് C1U1 പ്രൈം ഈക്വൽ ടു -1/P ഓഫ് ടി. ഇക്വേഷൻ 10 എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞത്? U2 ആണുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ U2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ ഓൾറെഡി U2 പ്രൈം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ U2 വന്നു. അടുത്ത ടേമിലും ഒരു U2 വന്നു. RHSലും ഒരു U2 വന്നു. ഇനി 12 മൈനസ് 13 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ട് ടേമുകൾ എന്താണ് തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. യു ക്യാൻ സീ ഹിയർ. ഓക്കെ, ഈ രണ്ട് ടേമും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സിമിലർ ടേംസ് ആണ്. സോ അത് ക്യാൻസൽ ഔട്ട് ചെയ്യും. ബട്ട് വി ആർ ലെഫ്റ്റ് വിത്ത് ദിസ് -C1U1 U2 പ്രൈം പ്ലസ് C1U1 പ്രൈം U2 ഈക്വൽ ടു 0 മൈനസ് U2 ഡിവൈഡ് ബൈ P ഓഫ് ടി എന്ന് പറഞ്ഞാൽ U2 ഡിവൈഡ് ബൈ P ഓഫ് ടി. ഓക്കെ, ദെൻ C1 കോമൺ ആണ്. നമ്മൾ മൈനസ് C1 ഓക്കെ, C1 കോമൺ ആണ്. അപ്പോൾ നമ്മൾ C1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ഫസ്റ്റ് ടേമിൽ ബാക്കിയുള്ളത് U1 ഉണ്ട്, U2 പ്രൈമും ഉണ്ട്, മൈനസ് U2 U1 പ്രൈം ഈക്വൽ ടു
നമ്മൾ -C1 ആണ് പുറത്തേക്ക് എടുത്തത്, നമുക്കിവിടെ കാണാം. അപ്പോൾ മൈനസിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ട്? -U2 / P(t). നൗ ലെഫ്റ്റ് ഹാൻഡ് ടേമിലുള്ള ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റോൺസ്കിയൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു ടേമിന് പകരം നമുക്ക് W സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇക്വേഷൻ ബിക്കംസ് C1W = -U2(t) / P(t). ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? C1ൻ്റെ ഫോം. നമുക്ക് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചത് കണ്ടുപിടിക്കാൻ C1 C2 കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ എയിം. C1 നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്? -U2(t) / P(t). W എന്ന് വെച്ചാൽ റോൺസ്കിയൻ. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് P(t) എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P(t) എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കിട്ടും. U2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ അസ്യൂം ചെയ്ത സൊല്യൂഷനാണ്. U1ഉം U2 നമുക്ക് അസ്യൂം ചെയ്ത സൊല്യൂഷനാണ്. U1ഉം U2 ഉണ്ടെങ്കിൽ നമുക്ക് റോൺസ്കിയനും കണ്ടുപിടിക്കാൻ പറ്റും. P ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? C1 കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ തന്നെയുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവിടെ എന്താണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ 9നെ U2 പ്രൈം ആയിരുന്നു നമ്മൾ C1 കണ്ടുപിടിക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ U1 പ്രൈം കൊണ്ടും ഇക്വേഷൻ 10നെ U1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതേപോലെ തന്നെ C2 കണ്ടുപിടിക്കാൻ പറ്റും. C2 ഞാൻ തൽക്കാലം കണ്ടുപിടിച്ചിട്ടില്ല, മീൻസ് സ്റ്റെപ്പുകൾ എഴുതിയിട്ടില്ല. C2 എന്താണ് കിട്ടുക? -U1(t) / P(t) × ഒമേഗ, അല്ലെങ്കിൽ W എന്ന് പറയും. ഓക്കെ, റോൺസ്കിയൻ. സോ നമുക്ക് എന്താണ് നമ്മുടെ എയിം ഇവിടെ കംപ്ലീറ്റ് ആയത്? അതായത് C1ഉം C2ഉം നമുക്ക് കിട്ടി. ഈ C1ഉം C2ഉം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 7 and 8ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 7 and 8 എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തുടങ്ങിയത് കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ തുടങ്ങിയത്. G1ഉം G2 നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ജീനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് G = G1 ആയിട്ടും G2 ആയിട്ടും. G1 എവിടം തൊട്ട് എവിടം വരെയാണ്? X ≥ A (t) and G2 where X t <t) B. ഇതാണ് G2. അപ്പോൾ ഇവിടെ ഏതാ? നമുക്ക് G1 നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് C1 × U1. ഓക്കെ, നൗ C1ൻ്റെ ഫോർമുല നമുക്ക് കിട്ടി എന്താണ്? -U2(t) / P(t) W. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ G2 നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ 1 ഡയമെൻഷണൽ ഗ്രീൻ ഫംഗ്ഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നിങ്ങൾ 1 ഡയമെൻഷണൽ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഫോം കൺസ്ട്രക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഇത്രയുമാണ് നിങ്ങൾ എഴുതേണ്ടത്. G is equal to -U1(x) U2(t) / WP(t) for x greater than or equal to A less than t, and -U1(t) into U2(x) divided by WP(t) for x greater than t less than or equal to B. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ വളരെ ക്ലിയർ ആണ്. സിമെട്രി പ്രോപ്പർട്ടിയുടെ നമുക്കിവിടെ നിങ്ങൾക്ക് തന്നെ സിമെട്രി പ്രോപ്പർട്ടി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം G(xt) എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു G(tx) ആണ് എന്ത്? സിമെട്രി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതിന് മുകളിലുള്ള രണ്ട് G1ഉം G2 നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെ നിന്ന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രീൻസ് ഫംഗ്ഷൻ്റെ സിമെട്രി പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ പറ്റും. എക്സിനുള്ളിടത്തൊക്കെ ടിയും ടിയുള്ളിടത്തൊക്കെ എക്സും ഇട്ട് കഴിഞ്ഞാൽ മീൻസ് പിയിലല്ല സൊല്യൂഷനിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് സെയിം ഗ്രീൻസ് ഫംഗ്ഷൻ തന്നെയാണ്. അവിടെ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ് 1 ഡയമെൻഷണൽ ഗ്രീൻസ് ഫംഗ്ഷൻ പറ്റി ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഗ്രീൻസ് ഫംഗ്ഷൻ ഫോർ 1 ഡയമെൻഷണൽ കേസ്. ഓക്കെ, ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, പിന്നെ ആ രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് കണ്ടിന്യൂസ് ആണ്, പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിസ്കണ്ടിന്യൂസ് ആണ്, പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ ആണ്. അതായത് ഗ്രീൻസ് ഫംഗ്ഷനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഉള്ള ഗ്രീൻസ് ഫംഗ്ഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. G1ഉം G2ഉം C1 U1ഉം C2 U2ഉം ആക്കി. പിന്നെ നമ്മൾ C1ഉം C2ഉം കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നു? ജിയുടെ ഫോം കിട്ടുന്നു. ഓക്കെ, നൗ ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എസ് എയോ പ്രോബ്ലമായിട്ടോ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്തതും ഒരു എസ് എ അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻസ് ഫംഗ്ഷൻ ആസ് എ സീരീസ് ഓഫ് ഐഗൻ ഫംഗ്ഷൻ. ഓക്കെ,
അപ്പോൾ നമുക്ക് നേരത്തെ ഫസ്റ്റ് സമയം ഞാൻ എടുത്തപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, സ്ട്രം ലിയോവലി ഇക്വേഷനെ നമുക്ക് ഐഗൻ വാല്യൂ ഐഗൻ ഫങ്ഷൻ ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം എൽ ഫൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എൻ ഫൈ എൻ ഓഫ് എക്സ്. എല്ലാമാണ് നമ്മുടെ സ്ട്രം ലിയോവലി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ. ഫൈ എൻ ഓഫ് എക്സ് ആണ് എന്ത് നമ്മുടെ ഐഗൻ ഫംഗ്ഷൻ, ലാംഡയാണ് നമ്മുടെ ഐഗൻ വാല്യൂ. നിങ്ങൾ ഐഗൻ വാല്യൂ ഇക്വേഷൻസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷൻ്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ്, അതാണ് ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം എൽ ഫൈൻ്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഫൈ തന്നെയാണ് കിട്ടുന്നത്, പക്ഷേ മൾട്ടിപ്ലൈ ബൈ എ നമ്പർ ഓർ കോൺസ്റ്റൻറ്റ് വേർ ലാംഡ. ലാംഡേനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐഗൻ വാല്യൂ എന്ന് വിളിക്കുക. ഓക്കെ, നൗ നമ്മുടെ എയിം എന്താണ്, നമ്മുടെ ഗ്രീൻ ഫംഗ്ഷനെ ഈ ഫൈ എൻ ഓഫ് എക്സിൻ്റെ ടേംസിൽ എഴുതണം. നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് അതെന്താണ്, ഒരു ഓർത്തോഗണൽ അല്ലെങ്കിൽ ഓർത്തോ നോർമൽ ഐഗൻ ഫംഗ്ഷൻ ആയിരിക്കണം എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണ്. കൺസിഡർ എ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻ ദ ഇൻ്റർവെൽ എ ബി. അപ്പോൾ ഇവിടെ നമ്മൾ തുടക്കത്തിൽ തന്നെ അസ്യൂം ചെയ്യുകയാണ് ഗ്രീൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാനാണ്, അതായത് ഒരു ഐഗൻ ഫംഗ്ഷൻ്റെ സീരീസ് ആയിട്ട് എഴുതുകയാണ്. ജി ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ സി എൻ ഓഫ് ടി ആൻഡ് ഫൈ എൻ ഓഫ് എക്സ്. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. C0 അല്ലെങ്കിൽ C1 C0 50 പ്ലസ് C1 51 പ്ലസ് C2 52, അങ്ങനെ ഒരു എക്സ്പാൻഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഈ സി എൻ ഓഫ് ടീനെ നമ്മൾ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് എന്നാണ് വിളിക്കാറ്. ഇപ്പോൾ ഗ്രീൻ ഫംഗ്ഷൻ്റെ ഫോം ഇങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുക എന്നതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇക്വേഷൻ 3യുടെ രണ്ട് സൈഡിലും നമ്മൾ സ്ട്രം ലിയോവലി ഓപ്പറേറ്റർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് എൽ ജി കിട്ടും, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് സമ്മേഷൻ ഓവർ എൻ സി എൻ ഓഫ് ടി എൽ ഫൈ എൻ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഫംഗ്ഷൻ്റെ മുകളിൽ സ്ട്രം ലിയോവലി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്കറിയാം. നമുക്ക് എന്താണ് കിട്ടുക, മൈനസ് ഡെൽ എക്സ് മൈനസ് ടി. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്, മുന്നേ ചെയ്തിട്ടുണ്ട്, അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 4 എന്തായി മാറും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വി ആർ ലെഫ്റ്റ് വിത്ത് മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് ടി ഈക്വൽ ടു സമ്മേഷൻ സി എൻ ഓഫ് ടി ലാംഡ എൻ ഫൈ എൻ ഓഫ് എക്സ്. സോ നമ്മൾ രണ്ട് സൈഡിലും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്, 5 സ്റ്റാർ ഓഫ് എം, 5 സ്റ്റാർ അല്ല, അത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 5m എന്ന് പറഞ്ഞാൽ, അതായത് 5m എന്ന് പറഞ്ഞ ഐഗൻ ഫംഗ്ഷൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് രണ്ട് സൈഡിനെയും എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ മൈനസ് ഇൻ്റഗ്രൽ 5 കോംപ്ലക്സ് കോൺജുഗേറ്റ് 5m ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് മൈനസ് ടി ഡി എക്സ് ഈക്വൽ ടു സമ്മേഷൻ എൻ സി എൻ ഓഫ് ടി ലാംഡ എൻ ഇൻ്റഗ്രൽ 5m കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് 5m ഇൻറ്റു 5n ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പ്രോപ്പർട്ടി ഉപയോഗിക്കണം. ഒന്ന് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയും ഒന്ന് ഓർത്തോ നോർമാലിറ്റി പ്രോപ്പർട്ടി ഓഫ് 5n. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾക്കറിയാം ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്, സൈ സ്റ്റാർ മീൻസ് ഫൈ ഓഫ് എം സ്റ്റാർ ആണ്, ഓഫ് ഏതിൻ്റെ വേരിയബിളാണ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് ടി എന്തായിരിക്കും, ഫൈ ഓഫ് എം കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഫൈ ഓഫ് എം. അപ്പോൾ എന്തിൻ്റെ ഫംഗ്ഷനായിട്ടാണ് വരിക, ടിയുടെ ഫംഗ്ഷനായിട്ടാണ് വരിക. ഓക്കെ, അതിൻ്റെ ഇതോടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് അവിടെ കൊടുക്കുന്നത് കാണാം. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി. അതിൻ്റെ താഴെ എന്തും കൊടുത്തിട്ടുണ്ട്, ഓർത്തോ നോർമാലിറ്റി പ്രോപ്പർട്ടി ഓഫ് ഐഗൻ ഫംഗ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതായത് ക്രോണക്കൽ ഡെൽറ്റയാണ് നമുക്ക് ഓർത്തോഗണലായിട്ട് എടുക്കുമ്പോൾ കിട്ടുക. എം ഈക്വൽ ടു എൻ ആകുമ്പോൾ അത് 1 ആകും, അല്ലാത്ത സമയത്തൊക്കെ അത് 0 ആയിരിക്കും. സോ നമ്മുടെ ആ ഇൻ്റഗ്രലിലൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഫൈനലി വി ഹാവ് ലെഫ്റ്റ് വിത്ത് മൈനസ് 5 കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് 5 വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എൻ സി എൻ ഓഫ് ടി ലാംഡ എൻ ക്രോണക്കൽ ഡെൽറ്റ എം എൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എം നോട്ട് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ എന്ന കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ 0 ആയിപ്പോൾ. നമ്മൾ എം ഈക്വൽ ടു എന്നുള്ള മാത്രം കണ്ടീഷൻ കൺസിഡർ ചെയ്തു.
സോ മൈനസ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഫൈ എം ഓഫ് ടി ഈക്വൽ ടു സി എം ഓഫ് ടി ലാംഡ എം എന്ന് എഴുതി. ഓക്കെ, ഓർ ഇതിൽ നിന്ന് സി എം ഓഫ് ടി നമുക്ക് കിട്ടി എന്താണ്? മൈനസ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഫൈ എം ഓഫ് ടി ഡിവൈഡ് ബൈ ലാംഡ എം. ലാംഡ എം എന്ന് ഉദ്ദേശിച്ചത് nth ഐഗൻ വാല്യൂ ആണ്, അല്ലാണ്ട് ലാംഡ ഇൻറ്റു എൻ എന്ന ആരും ലാംഡ ഇൻറ്റു എം എന്ന ആരും തെറ്റിദ്ധരിക്കരുത്. nth ഐഗൻ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ ആണ് ലാംഡ എം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ എം ഈക്വൽ ടു എൻ എന്നുള്ള കണ്ടീഷനാണ് സെറ്റ് ചെയ്തത്. അപ്പോഴാണ് കൊണാക്കൽ ഡെൽറ്റ 1 ആവുക. സോ സി എൻ ഓഫ് ടി എന്താണ്? മൈനസ് ഫൈ എൻ ഓഫ് ടി ഡിവൈഡ് ബൈ ലാംഡ എൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സി എൻ്റെ വാല്യൂ കിട്ടി, എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗ്രീൻസ് ഫംഗ്ഷൻ എന്തായി? ജി ഓഫ് എക്സ് ടിയുടെ നമ്മൾ എന്ത് ഫോമിലാണ് നമ്മൾ ആദ്യം എക്സ്പാൻഡ് ചെയ്തത്? ജി ഓഫ് എക്സ് ടി ഈക്വൽ ടു സമ്മേഷൻ ആൻഡ് സി എൻ ഓഫ് ടി ഫൈ എൻ ഓഫ് എക്സ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സി എൻ ഓഫ് ടിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം ജി ഓഫ് എക്സ് ടിയുടെ ഫോം എന്താണ്? സമ്മേഷൻ ആൻഡ് സി എൻ ഓഫ് ടി ഫൈ എൻ ഓഫ് എക്സ്. അപ്പോൾ സി എൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ് കിട്ടിയത്? സി എൻ ഓഫ് ടി ഈക്വൽ ടു മൈനസ് ഫൈ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഫൈ എൻ ഓഫ് ടി ഡിവൈഡ് ബൈ ലാംഡ എൻ. അത് നമ്മൾ എന്ത് ചെയ്തു? ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫൈനലി വി ആർ given with the equation g of xt equal to minus summation n complex conjugate of phi n of t into phi n of x divided by lambda n. അപ്പോൾ ഇതാണ് എന്ത്? ഐഗൻ ഫംഗ്ഷൻ എക്സ്പാൻഷൻ ഓഫ് ഗ്രീൻ ഫംഗ്ഷൻ. ഇവിടെ എന്താണ് ചെയ്തത്? നമ്മുടെ ഗ്രീൻ ഫംഗ്ഷൻ നമ്മൾ എന്താക്കി? ഐഗൻ ഫംഗ്ഷൻ്റെ ഒരു എക്സ്പാൻഷനായിട്ട് എഴുതി. ഇപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരുന്നു. ഓക്കെ, ഇതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 പ്രോബ്ലംസാണ് പറയാനുള്ളത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ.